ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒപ്പം ചേരുന്നുണ്ട്. തത്സമയം അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നമ്മളിന്ന് രാവിലെ 7 മണി മുതൽ ഇതൊരു ക്യാമ്പയിനായി എന്താണ് ശബരിമലയിൽ തീർത്ഥാടന കാലത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ എന്നൊരു അന്വേഷണമാണ് നടത്തുന്നത്. ഇതിനൊരു മറുവശമുണ്ട്. നോക്കൂ, ഇത് സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ടുപോയ ഒരു തീർത്ഥാടന കാലത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി നമ്മൾ പറയേണ്ടി വരുമല്ലോ. അതായത് ഒരു വശത്ത് ഭക്തരെ അപ്പാടെ അവഗണിക്കുന്നു, ശബരിമലയിൽ ഒരുക്കങ്ങളൊന്നും ചെയ്യുന്നില്ല. മറുവശത്ത് ദേവസ്വം ബോർഡ്, സർക്കാർ ഒക്കെയും സ്വർണം അടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായെന്ന് വ്യക്തമാകുന്ന വാർത്തകൾ അനുദിനം പുറത്തു വരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, മറ്റ് ദേവസ്വങ്ങൾക്ക് കീഴിലും സ്വർണ്ണക്കൊള്ള അടക്കമുള്ള അഴിമതികൾ വ്യാപകമാണെന്ന വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ധനസമാഹരണത്തിനുള്ള ഒരു കറവപ്പശുവായി മാത്രം കാണുന്നു സന്നിധാനത്തെ. അത് ഒരുതരം അനാസ്ഥയുടെ മറുവശമല്ലേ? തീർച്ചയായിട്ടും. ആദ്യമേ ജനം ടിവിയോട് ഒരു അഭിനന്ദനം പറയുകയാണ്. കാരണം ശബരിമല ധർമ്മശാസ്താവിന് വേണ്ടിയും ശബരിമലയ്ക്ക് വേണ്ടിയും ഒരു ദിനം പൂർണ്ണമായിട്ടും മാറ്റിവെക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചാനലെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം ആദ്യമേ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനവും ധർമ്മശാസ്താവിന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ടും വളരെ പ്രസക്തമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ശബരിമലയിലെ ഒരു മണ്ഡലകാലം ആരംഭിക്കാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് CPM-ന്റെ സമ്മേളനം നടക്കുകയാണ്. വലതുകാലിൽ മന്തുണ്ടായിരുന്ന വ്യക്തിയെ മാറ്റി ഇടതുകാലിലെ മന്തുള്ള വ്യക്തി അടുത്തത് ആരാണ് എന്ന് അറിയുക എന്നുള്ളതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും തന്നെ. ആരാണ് ശബരിമലയിലെ അടുത്ത മോഷ്ടാവായിട്ട് വരുന്നത്? ഇതിനെപ്പറ്റിയുള്ള ഗുരുതരമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് AKI സെന്ററിലും അല്ലെങ്കിൽ CPM-ന്റെ ആസ്ഥാനത്തും ഒക്കെ നടക്കുന്നത്. ശ്രീ കൃഷ്ണരാജ്, താങ്കളുടെ ചോദ്യം നല്ലതാണ്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഇത്രയും സമയം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഞാൻ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ നിന്നും മാറി വേറൊരു ലൈനിലേക്ക് ഈ ചർച്ചയൊന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ചരിത്രം പഠിക്കാതെ നമുക്ക് ഒരു കാലത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ചരിത്രം ഒരു പ്രധാന വസ്തുതയാണ്. ചരിത്രം പഠിച്ചില്ല എങ്കിലും നാളകളെ പറ്റിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കേണ്ടി വരും. ഇന്നലകളെ പറ്റിയുള്ള പഠനങ്ങളാണ് നാളുകളിലെ നമ്മുടെ ചാലക ശക്തിയായി മാറേണ്ടത്. ഞാൻ കുറ്റം പറയുന്നത് ഈ ശബരിമല ഉൾപ്പെടെയുള്ള ഈ പ്രശ്നങ്ങളുടെ കാരണക്കാർ ഈ നാട്ടിലെ ഹിന്ദു സമൂഹം തന്നെയാണ്. ഹിന്ദുക്കളും അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളെ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളും ഒക്കെ തന്നെയാണ് ഈ സനാതന ധർമ്മത്തിനെ ഇത്രമാത്രം കേരളത്തിൽ അവമതിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളത് ചരിത്ര പാഠപുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള ശോച്യാവസ്ഥയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധപ്പതനത്തിനും കാരണമായിട്ടുള്ള നാൾവഴികൾ എന്ന് പറയുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും എതിരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ലല്ല, എല്ലാം തുറന്നു പറയണമല്ലോ. നമ്മൾ ചരിത്രം കൂടി പറഞ്ഞു പോകാതെ പറ്റില്ല. കാരണം അതിന്റെ പിന്തുടർച്ചക്കാരാണല്ലോ ഈ അവസ്ഥയിലേക്ക് ശബരിമലയെ എത്തിച്ചത്. അതെ, നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയാകുമ്പോൾ ആ സ്ഥിരം കേൾക്കുന്ന ചർച്ചാ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറുകൂടെ വേണമല്ലോ. നമ്മൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75-ാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് ഇപ്പോൾ പമ്പയിൽ ഒരു ആഗോള നിക്ഷേപക സംഗമം ഒക്കെ നടത്തി നമ്മളൊക്കെ തന്നെ ധാരാളം പ്രാവശ്യം ആ ചർച്ചകളും ചെയ്തു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലകളിലേക്കോ 75 വർഷത്തിന്റെ പിറകിലേക്കോ അല്ല നമ്മൾ പോകേണ്ടത്. 1798 തൊട്ട് 1810 വരെയുള്ള കാലയളവില് ഈ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു. അദ്ദേഹം നാടുനയ്യതിനു ശേഷം ഈ തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുത്തത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയായിരുന്നു. 1810 തൊട്ട് 1813 വരെ മഹാറാണിയായിട്ടും 1813 മഹാറാണിയുടെ പുത്രനായിട്ടുള്ള സ്വാതി തിരുനാൾ ജനിച്ചത്. സ്വാതി തിരുനാളിന്റെ ജനനത്തിന് ശേഷം 1813 തൊട്ട് 1815 വരെ തിരുവിതാംകൂറിലെ റീജന്റുമായിട്ടാണ് ഈ അമ്മ മഹാറാണി ഗൗരി ലക്ഷ്മിഭായ് ഭരണം നടത്തിയത്. ആ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ അധപ്പതനവും ആരംഭിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെ ആരെയും തിരുവിതാംകൂർ രാജവംശത്തിലെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തി പറയുകയല്ല. പക്ഷേ സങ്കടകരമായ ചില വസ്തുതകൾ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാനും സാധിക്കില്ല. ഈ സ്വാതി തിരുനാളിന്റെ ജനനത്തിന് ശേഷം 2 വർഷക്കാലം റീജന്റായിട്ട് ഭരണം നടത്തിയ കാലയളവിലാണ് ഉമ്മണി തമ്പി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ കാലയളവിലെ ദളവ എന്ന് പറയുന്ന വ്യക്തി.
ഈ ദളവയുടെ കാലത്തും അല്ലെങ്കിൽ ഈ അമ്മ മഹാറാണി വളരെ പ്രായം കുറഞ്ഞ ആളായിരുന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കാരണം തിരുവിതാംകൂറിന്റെ സാമ്പത്തിക അവസ്ഥ വളരെയധികം തകർന്നടിഞ്ഞൊരു കാലയളവായിരുന്നു ആ കാലയളവ്. എന്ന് വെച്ചാൽ 1813-15 കാലയളവ് എന്നൊക്കെ പറഞ്ഞത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ കാലഘട്ടം. ആ സമയത്താണ് കുറുക്കൻ ബുദ്ധിയോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേണൽ മൺറോയെ, ജോൺ മൺറോ എന്ന് പറയുന്ന വ്യക്തിയെ തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് അവരോധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഉമ്മണിത്തമ്പിയെ മാറ്റി നിർത്തിക്കൊണ്ട് തിരുവിതാംകൂറിന്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങള് സർക്കാരിലേക്ക് ഏറ്റെടുത്തത്. അത് 1811 1811 ഏകദേശം 1721 ക്ഷേത്രങ്ങളാണ് അന്ന് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. ആ ക്ഷേത്രങ്ങൾ അത്രയും തന്നെ സർക്കാരിലേക്ക് ഏറ്റെടുത്തു. സർക്കാരിലേക്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചെടുക്കുക എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നയം നടപ്പാക്കുക എന്നുള്ളതായിരുന്നു ജോൺ മൺറോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ സമയത്ത് ശ്രീ കൃഷ്ണരാജ് ക്ഷേത്രങ്ങളുടെ അസറ്റ് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ തയ്യാറാക്കി. നമ്മൾ നോക്കേണ്ട കാര്യം, ഈ കേരള സംസ്ഥാനത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയേക്കാൾ വളരെയധികം സ്വാധീനവും കേരളത്തിന്റെ സ്വത്തിനേക്കാൾ കൂടുതൽ സ്വത്തുക്കളും ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ആ കാലയളവിലെ ദേവസ്വമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 1721 കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അസറ്റ് ലയബിലിറ്റി രജിസ്റ്റർ തയ്യാറാക്കിയപ്പോൾ കേരളത്തിലെ തിരുവിതാംകൂറിലെ ആ കാലത്ത് ഉണ്ടായിരുന്ന സ്വത്തുക്കളുടെ 40%, ഓർക്കണം, 40% മുകളിലും അല്ല, ഏകദേശം 50% സ്വത്തുക്കളും ക്ഷേത്ര സ്വത്തുക്കളായിരുന്നു എന്നുള്ളതാണ് ആ അസറ്റ് ലയബിലിറ്റി രജിസ്റ്റർ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കാലയളവിൽ റവന്യൂ വകുപ്പ് രണ്ടാക്കി മാറ്റിയിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ റവന്യൂ വകുപ്പും ക്ഷേത്രം അല്ലെ ദേവസ്വം റവന്യൂ വകുപ്പും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങളായിരുന്നു ആ കാലയളവിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ കേണൽ മൺറോ കുടില ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ക്രൈസ്തവരെയൊക്കെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പോസ്റ്റുകളിലേക്ക് തിരികെ കയറ്റുകയും ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക്, പള്ളികൾക്കൊക്കെ തന്നെ ധാരാളം സ്വത്തുക്കൾ പതിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ദേവസ്വത്തിലെ ക്ഷേത്ര ജീവനക്കാരായിട്ടും അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് ക്രൈസ്തവരെ നിയമിച്ച ഒരു കാലഘട്ടവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃഷ്ണരാജന് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്തൊരു കൗതുകം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങ് അല്പം മുമ്പ് വന്ന വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് പോലീസിന്റെ വിന്യാസം ഉത്തരവായി ഇറക്കിയിരിക്കുന്നു സർക്കാർ. അങ്കിത് അശോക് എന്ന പേര് ഓർമ്മയുണ്ടല്ലോ. വിവാദനായകനായ പോലീസ് ഉദ്യോഗസ്ഥനെ പൂരം അലങ്കോലപ്പെടുത്തിയ അതേ ആളിനെ കാക്കിയിട്ട് പറഞ്ഞു വിടുകയാണ് പമ്പയിൽ ചുമതലയ്ക്ക്. ദുരൂഹമോ? ശബരിമലയില് ഒരു കാലത്ത് വ്രതധാരികളായിട്ടുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ശബരിമലയിലെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. പക്ഷേ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ 2018 യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ ശബരിമലയിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് പൊൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന BJPയുടെ നേതാവ് ശബരിമലയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനെ തടഞ്ഞതും അദ്ദേഹത്തിനോട് വളരെ മോശമായി ഇടപെട്ടതും ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തില് ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷം അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അങ്കിത് അശോകൻ എന്ന് പറയുന്ന പക്വതയില്ലാത്തൊരു IPS ഓഫീസർ. പക്വതയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തൃശൂർ പൂരം കലക്കാൻ അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ പ്രായം അതാണ്. ഒരു കാലത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള IPS ഓഫീസർമാരായിരുന്നു ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലകൾ നിർവഹിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് ശബരിമലയിലേക്ക് തള്ളില്ലായിരുന്നു. അയ്യപ്പനോട് ഭക്തിയുള്ള, മാൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ മോബ് മാനേജ്മെന്റ് പരിചയമുള്ള, എല്ലാവരോടും മര്യാദയ്ക്ക് ഇടപെടുന്ന, വൃത്തിയുള്ള, ശുദ്ധിയുള്ള, ഭക്തന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമായിരുന്നു ശബരിമലയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിരുന്നത്. എങ്കിൽ പിണറായി വന്നതിന് ശേഷം ഏത് വ്യക്തിയെയും കൊണ്ട് തള്ളാവുന്ന ഒരു സ്ഥലമായി ശബരിമലയെ അവർ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഈ അങ്കിത് അശോകന്റെ കൂട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് IPS കിട്ടി എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഡ്യൂട്ടികൾ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയോ പരിശീലനം ലഭിക്കാത്ത വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്.
അവർക്ക് ആ പ്രായത്തിന്റെ തിളപ്പനുസരിച്ചുകൊണ്ട് കയ്യൂക്കോടുകൂടി കാര്യങ്ങൾ നടപ്പാക്കാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പക്വതയോടുകൂടി ശബരിമലയിലെ തത്വമസി ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള വ്യക്തികൾ, ആ ഭാവത്തെ ഉൾക്കൊള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് ശബരിമലയിൽ വരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വ്രതധാരികളായിരുന്നു, താടി വളർത്തിയവരായിരുന്നു, ഷൂസ് ധരിക്കാതെ പരസ്പരം സ്വാമിയെ അയ്യപ്പ അല്ലെങ്കിൽ അയ്യപ്പ എന്ന് മാത്രമേ എല്ലാവരെയും വിളിക്കത്തുള്ളായിരുന്നു. ശബരിമല പോലീസ് സ്റ്റേഷനിലേക്കും ശബരിമലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവരൊക്കെ തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട്, ഹലോയ്ക്ക് പകരം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നതെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ശബരിമല എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പവിത്രത ഇല്ലാതാക്കാൻ ഉള്ള പിണറായി സർക്കാരിന്റെ ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഈ കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികൾ തന്നെയാണ്. നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ ധാരാളം ചാനലുകൾ ഉണ്ടല്ലോ. ജനം ചാനൽ പോലെയുള്ള, ജനം TV പോലുള്ള ഒന്നോ രണ്ടോ ചാനലുകൾ മാത്രമാണ്, ഒന്നോ രണ്ടോ പോലുമില്ല, ഒരൊറ്റ ചാനലാണ് ഇവിടുത്തെ ഈ സനാതനധർമ്മ വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതനധർമ്മ വിശ്വാസികളും ഒന്നുകിൽ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണ്. ആ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട്, ഉറക്കം നടിക്കൽ മാറ്റിവെച്ചുകൊണ്ട് സജീവമായിട്ട് ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ഇവിടുത്തെ ഭക്തസമൂഹം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു കാലഘട്ടം വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. അങ്കിത് അശോകന്റെ കൂട്ടുള്ള കളങ്കിത വ്യക്തിത്വങ്ങളെ കൊണ്ട് തള്ളാനുള്ള ഒരു സ്ഥലമല്ല ശബരിമല. യതീഷ് ചന്ദ്രയെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് പറ്റിയ സ്ഥലമല്ല. മനോജ് എബ്രഹാമിന്റെ കൂട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പറ്റിയ സ്ഥലമല്ല. ഇവരൊക്കെ തന്നെ പിണറായിയുടെ അജണ്ടകൾ നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരത്തിന്റെ പടവുകൾ കയറാൻ വേണ്ടി പിണറായിക്ക് പാദസേവ ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇവരെയൊക്കെ തന്നെ ഇവരൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം. ഞങ്ങൾ അതിന് യോഗ്യരാണോ? അയ്യപ്പനെ സേവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ആ ഒരു മാനസികമായിട്ടുള്ള ധൈര്യവും കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുന്ന വ്യക്തികളായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ വന്നില്ല എങ്കിൽ ഒരു കാലത്ത് രാജാക്കന്മാരായി വിലസിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെങ്കിൽ സുധീഷ് കുമാറും അല്ലെങ്കിൽ വേറെ ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പോലെ ഇവരുടെയും ഭാവിയിലുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. അത് അവരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അതായത് നമ്മൾ പറഞ്ഞു വന്നതുണ്ടല്ലോ ദേവസ്വങ്ങളുടെ ചരിത്രം, അതെ, അതിന്റെ പിന്തുടർച്ചക്കാരെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ത്? അതിലേക്ക് വീണ്ടും ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേണൽ മൺട്രോയുടെ കാലമായപ്പോഴേക്കും കേരളത്തിലെ റവന്യൂ വകുപ്പിനെ രണ്ടായി വിഭജിച്ചിരുന്നു. റവന്യൂ വകുപ്പും ദേവസ്വം റവന്യൂ വകുപ്പും. എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു വിഭജനം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. അവിടെ ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് രണ്ട് സമാന സ്വഭാവമുള്ള ആദ്യം ഒറ്റ റവന്യൂ വകുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ രണ്ടാക്കിയതിന്റെ പിന്നില് ക്രൈസ്തവരായ ഉദ്യോഗസ്ഥർക്ക് ഈ ദേവസ്വം റവന്യൂ വകുപ്പിൽ ഭരണം നടത്തുന്നതിന് ചില പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അക്കാലത്തെ സർക്കാർ നിശ്ചയിച്ച രാമചന്ദ്ര റാവു കമ്മീഷനുണ്ട്. ആ രാമചന്ദ്ര റാവു കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് റവന്യൂ വകുപ്പിനെ രണ്ടായിട്ട് ഉപയോഗിച്ചു. റവന്യൂ വകുപ്പും ദേവസ്വം റവന്യൂ വകുപ്പും എന്ന് പറയുമ്പോൾ ദേവസ്വത്തിന്റെ പകുതിയിൽ ഏകദേശം 40% സ്വത്തുക്കളും ദേവസ്വത്തിന്റെ 40% സ്വത്തുക്കളും റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. അതിന് നഷ്ടപരിഹാരമായിട്ട് ആ കാലയളവിൽ നിശ്ചയിച്ചൊരു തുകയുണ്ട്. പ്രതിവർഷം 50,000 രൂപയും 18,600 പറ നെല്ലും എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ ദേവസ്വത്തിന് കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത്. ഓർക്കണം, കേരളത്തിലെ സ്വത്തുക്കളുടെ 50% ഉണ്ടായിരുന്ന ഈ ദേവസ്വത്തിന് നക്കാപ്പിച്ച പൈസ കൊടുത്തുകൊണ്ട് അക്കാലത്ത് തന്നെ ഒരു പാക്കേജ് സർക്കാർ സംവിധാനം അക്കാലത്തെ സർക്കാർ തയ്യാറാക്കി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഹിന്ദുവിനെ ചവിട്ടിത്താഴ്ത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം എന്താണ്, റവന്യൂ രണ്ടാക്കി മാറ്റിയപ്പോൾ റവന്യൂവിന്റെ ചുമതല പേഷ്കാർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളും ദേവസ്വം റവന്യൂവിന്റെ ചുമതല കൊടുത്തിരുന്നത് കമ്മീഷണർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായിരുന്നു. കമ്മീഷണർ ആയിരുന്നു യഥാർത്ഥത്തിൽ അക്കാലത്ത് ഈ പേഷ്കാരേക്കാൾ അധികാരത്തിന്റെ മുകളിൽ നിന്നിരുന്ന വ്യക്തി എന്ന് നമുക്ക് അക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അങ്ങനെ കാലക്രമേണ മാറി മാറി വന്ന 1947 ഭാരതം രൂപീകരിക്കപ്പെട്ട കാലത്ത് ഈ ബാംഗ്ലൂർ ഹൈദരാബാദ് നൈസാമിനോടൊപ്പം ചേർന്നുകൊണ്ട് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കാൻ വേണ്ടി അക്കാലത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രമം നടത്തി. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും PP മേനോന്റെയും ഒക്കെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറും കൊച്ചിയും
ഈ കേന്ദ്ര സർക്കാരിനോട് ചേർത്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാഗമായി തീരാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഈ തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും VP മേനോനോട് ചേർന്നുകൊണ്ടാണ് ആദ്യത്തെ കവനന്റ് ഒപ്പുവെച്ചത്. ആ കവനന്റിലെ 27ാമത് വകുപ്പായിരുന്നു ദേവസ്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. എന്താണ് ആ കവനന്റിലെ ആ വകുപ്പിൽ പറയുന്നത് നോക്കിയാൽ, ദേവസ്വത്തിന്റെ ഭരണം എപ്പോഴും ഈ വിശ്വാസികൾക്കായിരിക്കണം. ദേവസ്വത്തിന്റെ ഭരണം ഒരു കാലത്തും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നിരവധി അതിഥികൾ നമ്മളെ പിന്തുണച്ച് പ്രതിപക്ഷത്ത് നിന്നടക്കം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടക്കമുള്ള ഹൈന്ദവ സംഘടനാ പ്രതിനിധികളൊക്കെ നമുക്കൊപ്പം ചേർന്ന് വലിയ പിന്തുണയാണ് നൽകിയത്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അങ്ങയുമായി കുറച്ചധിക നേരം കൂടി ഇരിക്കണം എന്നുണ്ട്, പക്ഷേ പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ടത്. വളരെയധികം നന്ദി ഒപ്പം ചേർന്നതിനും ഞങ്ങളെ പിന്തുണച്ചതിനും.